ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭജികയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. നാട്ടിലെത്തിച്ച മൃതദേഹം കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് റീപോസ്റ്റ്മോർട്ടം ചെയ്തത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ വിഭജികയുടെ മൃതദേഹവുമായി ആംബുലൻസ് കൊല്ലത്തേക്ക് തിരിച്ചു. ശേഷം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ഇൻക്വസ്റ്റിൽ വിഭജികയുടെ ശരീരത്തിൽ ചില ചതവുകൾ കാണുന്നുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ വ്യക്തത വരുമെന്നും ശാസ്താംകോട്ട ഡിവൈഎസ്പി വ്യക്തമാക്കി. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകൂ. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിൽ സർക്കാരും കോൺസുലേറ്റും ഇടപെടണമെന്ന് വിഭജികയുടെ സഹോദരനും പ്രതികരിച്ചു. എൻ്റെ പെങ്ങൾക്ക് നേരിട്ട് വളരെ മാരകമായിട്ടുള്ള മാനസിക പീഡനമാണ്. നിയമത്തിൻ്റെ വഴി ഞങ്ങൾ തേടുന്നുണ്ട്, പിന്നെ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നുണ്ട് തക്കതായ ശിക്ഷയായിട്ട്. കൊലപാതകമെന്ന സംശയം കുടുംബം ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നടപടി കടുപ്പിക്കണമെന്നും സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഈ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കണം. തുടർന്ന് നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഈ മാസം 8-നാണ് വിഭജികയെയും 1.5 വയസ്സുകാരിയായ മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ സംസ്കരിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.